ഡോങ്ചുവിനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ച വ്യക്തിയുടെ ഫോണിലേക്ക് വന്ന കോളൊക്കെ ഡോങ്ചുവും എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവനും ആ ഒരു വ്യക്തിനെ ആരാണോ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത് അയാൾ വരുവാനായിട്ടൊക്കെ ഒരു കാറിൽ കാത്തിരിക്കുകയാണ്. മാത്രമല്ല അങ്ങനെ അവിടെ എത്തുന്നത് ഗൂഹോ ആയിരുന്നു. ഗുഹോ എന്ന് പറയുന്നത് ജാങ്സിന്റെ സെക്രട്ടറിയൊക്കെ ആണല്ലോ. അങ്ങനെ ഇരിക്കെ ഗുഹനെ കണ്ട് കഴിയുമ്പോൾ തന്നെ ഡോങ്ചുവും കാറുകൊണ്ട് അവനെ ഇടിച്ചു വീഴ്ത്തുന്നു. ഡോങ്ചോ ഇപ്പോൾ ഗുഹോനെ ജാങ്സിന്റെ മുമ്പിലൊക്കെ കൊണ്ടുവന്നിടുന്നു. മാത്രമല്ല ഈ ഒരു സമയത്ത് ഡോങ്ചോവും തന്നെ കൊല്ലരുതെന്നൊക്കെയാണ് ജാങ്സിന്റെ അടുത്ത് ആവശ്യപ്പെടുന്നത്. പക്ഷെ അയാളും അവനെ കൊല്ലാതിരിക്കുകയില്ല എന്നൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് അവനും ഒരു തന്ത്രമൊക്കെ അയാളുടെ അടുത്തും പ്രയോഗിക്കുന്നു. അതായത് നാഷണൽ പാട്രിയോട്ടിക്കിന്റെ സ്ലഷ് ഫണ്ട് ഒക്കെ ഉണ്ട്. ആ ഒരു ഫണ്ടിൽ നിന്നും അവൻ 39 ബില്യൺ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവനെ വെറുതെ വിടുകയാണെങ്കിൽ ജാങ്സിന് ആ 39 ബില്യണും നൽകാമെന്നൊരു വാഗ്ദാനമൊക്കെയാണ് ഇപ്പോൾ ഡോങ്ചോവും കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ 2 ബില്യൺ ട്രാൻസ്ഫർ ചെയ്യാം. പിന്നീട് ഞാൻ സേഫ് ആയിട്ടൊരു സ്ഥലത്തേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും നിനക്ക് ബാക്കിയുള്ള 37 ബില്യൺ കൂടി നൽകുന്നതായിരിക്കുമെന്ന് ഡോങ്ചു പറയുകയും ഡോങ്ചു അപ്പോൾ തന്നെ 2 ബില്യൺ അയാൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എന്തായാലും ആ 2 ബില്യൺ കൃത്യമായി തന്നെ ജാങ്സിന്റെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കുമാണ് അയാളും അവനെ വെറുതെ വിടുന്നത്. ചോളിന് കഴിക്കുവാനുള്ള ഫുഡുമായിട്ട് ഉണ്ണം നടന്നു വരുന്ന വഴിക്ക് ഡോങ്ചുനെ കാണിക്കുകയാണ്. അങ്ങനെ കണ്ടുമുട്ടുന്ന സമയത്ത് അവർ രണ്ടുപേരും കിസ് ചെയ്യുന്നു. മാത്രമല്ല ഡോങ്ചു അവളെ അവസാനമായി ഒന്ന് കാണാതെ മരിക്കുമോ എന്നൊരു ടെൻഷനിലൊക്കെ ആയിരുന്നു താനും ഉണ്ടായിരുന്നെന്ന് അവളുടെ അടുത്തും പറയുന്നു. ഡോങ്ചു തിരികെ എത്തുമ്പോഴത്തേക്കും അവന്റെ കാറൊക്കെ ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കെ അതിൽ നിന്നും ഒരു ട്രാക്കറൊക്കെ അവനും കണ്ടെത്തുന്നു. അവനും ഇപ്പോൾ ടൈഗു എന്നൊരു പെൺകുട്ടിയെ കോണ്ടാക്ട് ചെയ്തിട്ട് അവൻ ഒരുപാട് പണമൊക്കെ ആവശ്യമായിട്ടുണ്ട് എന്ന് അറിയിക്കുന്നു. ടൈഗ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വിൽക്കുന്ന ഒരു കടയാണ് നടത്തുന്നത്. അത് കൂടാതെ അവൾക്ക് ഹാക്കിംഗ് ഒക്കെ നന്നായി തന്നെ അറിയാം. സോ അവളും അവനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ഡോങ്ചു കാറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവന്റെ കാറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ട്രാക്കർ അവൻ അവിടെ തന്നെ ഉപേക്ഷിച്ചതിന് ശേഷമാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ജാങ്സണും അവൻ ഇപ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നു. ഡോങ്ചു ഇപ്പോൾ ടൈഗുമിന്റെ ഓഫീസിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൂടാതെ ഡോങ്ചു നേരത്തെ അവളുടെ അടുത്തുനിന്ന് ഒരു ഹാക്കിംഗ് പ്രോഗ്രാം ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗുഹോയും ജാങ്സണും അറിയാതെ ജാങ്സന്റെ ലാപ്ടോപ്പിൽ അവനും അത് ഇൻസ്റ്റാൾ ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് ജാങ്സൺ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന നാഷണൽ പാട്രിയോട്ടിക് ഫണ്ടൊക്കെ മോഷ്ടിക്കാമെന്ന രീതിക്കാണ് അവനും സംസാരിക്കുന്നത്. ടൈഗത്തിന്റെ അടുത്ത് നിന്നും ഡോങ്ചുവും 2 ഡിസ്പോസിബിൾ ഫോൺസ് മേടിക്കുന്നു. അവനും ജാങ്സനെ കോൾ ചെയ്യുന്നു. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ പണമെല്ലാം തന്നെ നിന്റെ അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞിരിക്കുന്നുവെന്ന് ജാങ്സണോട് അവൻ പറയുമ്പോഴത്തേക്കും ജാങ്സണും ഗുഹുവും കൂടി ചേർന്നിട്ട് അവരുടെ അക്കൗണ്ടൊക്കെ ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ അവരും പാസ്വേഡ് അടിച്ച് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുന്നതെല്ലാം തന്നെ ഡോങ്ചുവും കാണുന്നു. പെട്ടെന്ന് തന്നെ മിന്നിമറയുന്ന രീതിക്കായിരുന്നു ആ ഒരു പാസ്വേഡ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒറ്റ നോട്ടത്തിൽ തന്നെ ഡോങ്ചുവും അത് കാണാതെ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഡോങ്ചു ഇപ്പോൾ ബേക്കറിയിലേക്ക് എത്തുകയാണ്. മാത്രമല്ല സ്യോൻവുനെയും അവൻ കാണുന്നു. വളരെ യാദൃശികമായിട്ട് കണ്ടുമുട്ടിയ രീതിക്കൊക്കെ ആയിരുന്നു അവൻ പെരുമാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നേരത്തെ ചെയർമാൻ ചായയുടെ ഒപ്പം അവൻ വന്നത് സ്യോനുവിന്റെ അമ്മയും കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവനുമായിട്ട് സംസാരിക്കുന്നു. ചെയർമാൻ ചായക്ക് സോനുവിന്റെ ഇപ്പോഴത്തെ പേര് മാറ്റിയിട്ട് അതിന്റെ ഒപ്പം ചെയർമാൻ ചായയുടെ ഫാമിലി നെയിമൊക്കെ ആഡ് ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ട്. ഞങ്ങളും അതൊക്കെ എത്രയും വേഗം നടത്തുവാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഡോങ്ചുവും അവരെ അറിയിക്കുന്നു. ഏതെങ്കിലും രീതിക്കുള്ള സഹായം ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങളും എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് ഡോങ്ചുവും അവരുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് അവൻ പോകുന്ന സമയത്ത് അവന്റെ പിന്നാലൊക്കെ അവനെ ഫോളോ ചെയ്തുകൊണ്ട് സ്യുൻവുവും എത്തുന്നു. എന്തായാലും പിന്നീട് ചെയർമാൻ ചായനെ കുറെ സെൽഫീസ് ഒക്കെയാണ് അവൻ കാണിച്ചു കൊടുക്കുന്നത്. ആ ഒരു സെൽഫീസിലെല്ലാം തന്നെ സോനുവു കൂടി ഉണ്ടായിരുന്നു. മാത്രമല്ല സോനുവിന്റെ ഒപ്പം ഒന്നിച്ച് ഒരുപാട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തുവെന്നും ഡോങ്ചു അറിയിക്കുന്നു. ഡോങ്ചുനും കുറച്ചുനാള് ഒരു ബ്രേക്കിന്റെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ചെയർമാൻ ചായും അതൊക്കെ സമ്മതിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ചെയർമാൻ ചാ ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് ഡോങ്ചുനെ കൂടി ക്ഷണിക്കുന്നു. ഇപ്പോൾ എല്ലാവരുടെയും മുമ്പിലായിട്ട് ഉണ്ണാൻ എത്തുമ്പോഴത്തേക്കും അവളുടെ കണ്ണിൽ ഒരു പാടുണ്ടായിരുന്നു. അത് ചോൾ ചെയ്തതാണെന്നൊക്കെ മനസ്സിലാക്കുന്ന അവരും ചോളിനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നു. എന്റെ മോൾ ഒരു പാവമായി പോയതുകൊണ്ടാണ് അവന് നിന്നെ ഉപദ്രവിച്ചത്. എന്തായാലും ഞാൻ അവന്റെ കാല് പോലും നിനക്ക് വേണ്ടി തല്ലി ഓടിക്കുന്നതായിരിക്കും എന്നൊക്കെ കുഹി പറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കുമായിരുന്നു അവിടേക്ക് ചോൾ കാലൊക്കെ ഒടിഞ്ഞ രീതിക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നത്. അതായത് അവൾക്കിട്ട് ഒരു അടിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ തിരിച്ച് അവന്റെ കാല് പോലും തല്ലി ഓടിച്ചിട്ടുണ്ടായിരുന്നു. ചോളിന് അത്രയേറെ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ചോളും അവളോട് തിരിച്ച് വീട്ടിലേക്ക് വരുവാനായിട്ടൊക്കെ ആവശ്യപ്പെടുന്നു. പക്ഷെ അവളും അതിന് തയ്യാറാകാതെ നിൽക്കുമ്പോഴത്തേക്കും അവളുടെ കൈ പിടിച്ച് ചോളും വലിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവളുടെ കയ്യിൽ കിടന്നിട്ടുണ്ടായിരുന്ന ഡോക്ചു കൊടുത്ത ബ്രേസ്ലെറ്റ് പൊട്ടി താഴെ വീഴുന്നു. അങ്ങനെ അവളുടെ കയ്യിലെ ബ്രേസ്ലെറ്റ് പോയി കഴിയുമ്പോഴത്തേക്കുമാണ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ടാറ്റു കാണിക്കുന്നത്. അതായത് അവനും അവളും ഒരേപോലെ തന്നെയായിരുന്നു ടാറ്റു ചെയ്തിട്ടുണ്ടായിരുന്നതും. ചോളും ഉണ്ണാമിന്റെ കയ്യിലെ ടാറ്റു കണ്ട് കഴിയുമ്പോഴത്തേക്കും ഇതേ ടാറ്റു ഡോങ്ചുന്റെ കയ്യിൽ ഉണ്ടായിരുന്നതിനെ കുറിച്ചും അവൻ ഓർക്കുന്നു. ചെയർമാൻ ചാ ഉണ്ണാമിന്റെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം അവൾ കുറച്ചു ദിവസം ഈ വീട്ടിൽ തന്നെ നിൽക്കട്ടെ എന്നൊരു അഭിപ്രായത്തിലാണ് എത്തിച്ചേർന്നത്. മാത്രമല്ല
ചോളിന് കാലൊന്നും വയ്യാത്തത് കൊണ്ട് തന്നെ ചോളിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടേ ആക്കുവാനായിട്ട് ടൈയുടെ അടുത്തും ചെർമൻ ചോ പറയുന്നു. ഡോങ് ചു മടങ്ങി പോയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ചോൾ പോയതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഡോങ് ചു ഇപ്പോൾ ഉണ്ണാമിന്റെ റൂമിലേക്കൊക്കെ കടന്നു ചെല്ലുന്നു. അവരും ഹഗ് ചെയ്യുന്നു. ശേഷം ഡോങ് ചും കയ്യിലുണ്ടായിരുന്ന ഫോൺ ഉണ്ണാമിനെ ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് ആയിരിക്കും എന്നൊക്കെ പറയുകയാണ്. ഈ ഒരു സമയത്തായിരുന്നു ഈടും വൈഫും കൂടി അവളുടെ റൂമിലേക്കും കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും അവളുടെ അടുത്ത് ഇത്രയും നേരം ആരോ ഉണ്ടായിരുന്നുവെന്നും അതുപോലെ തന്നെ അവളുടെ കയ്യിൽ രണ്ട് ഫോൺ ഇരിക്കുന്നതും ഈഡോന്റെ ശ്രദ്ധയിൽ കൂടി പെടുകയാണ്. ഇപ്പോൾ ഉണ്ണാമിന്റെ അടുത്തും പേരൻസ് സംസാരിച്ചിരിക്കുന്നു. ഈ ഒരു സമയത്ത് ടോങ്ചുന്റെ പേര് പറഞ്ഞിട്ടായിരുന്നു ശരിക്കും ഞങ്ങൾക്കിടയിൽ പ്രശ്നമൊക്കെ ഉണ്ടായതെന്ന് ഉണ്ണാമും തുറന്നു പറയുന്നുണ്ട്. കൂടാതെ പ്രശ്നമൊക്കെ വഷളാകുമെന്ന് തോന്നിയ സമയത്ത് ഡോങ്ചു ഞാനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചെല്ലാം തന്നെ ഞാനും ചോളിന്റെ അടുത്ത് തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നെന്നും അവൾ പറയുന്നു. എങ്കിൽ പോലും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ചോളിന്റെ ഒപ്പം നീ മടങ്ങി പോകണമെന്ന രീതിക്കാണ് അവരും സംസാരിക്കുന്നത്. ഒന്നാം കുട്ടിയായിരിക്കുന്ന സമയത്ത് അവളുടെ അച്ഛനും ഒരുപാട് സ്റ്റോറി ബുക്സ് ഒക്കെ അവൾക്ക് വായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഒരു ബുക്കൊക്കെ വായിച്ചിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ അവരും ഉള്ളത്. അങ്ങനെയിരിക്കെ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഈട് ഓർമ്മിപ്പിച്ചതിന് ശേഷം നിന്റെ അച്ഛനും നീ ഡിവോഴ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊട്ടും തന്നെ സന്തോഷമുള്ള കാര്യമായിരിക്കുകയില്ല എന്നൊക്കെ ഉണ്ണാമിന്റെ അടുത്തും പറയുന്നു. എങ്കിൽ പോലും ഞാൻ ഒരിക്കലും എന്റെ സന്തോഷമൊന്നും നോക്കാതെ ആയിരുന്നു അവനെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ എനിക്ക് ഡേസൺ ഗ്രൂപ്പിന്റെ ഷെയർസ് ഒക്കെ നൽകാമെന്ന് മുത്തശ്ശൻ എനിക്ക് വാക്ക് നൽകിയതാണ്. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാനും അവനെ വിവാഹം കഴിച്ചത്. പിന്നെ ഡോങ്ചു ആയിരിക്കും ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കുകയെന്നായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഞാൻ സ്വയമായിട്ടാണ് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. എനിക്കും എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളും പോകുന്നു. ഒന്നാമന്റെ അമ്മ സ്യോൻബുവിനെ ശ്രദ്ധിക്കുവാനായിട്ട് ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അയാളും സ്യോൻബുവും ഡോങ്ചുവും കൂടി ഒന്നിച്ചിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങളൊക്കെ ഇപ്പോൾ അമ്മയ്ക്കും അയച്ചു കൊടുക്കുന്നു. അമ്മയും അതൊക്കെ കണ്ട് ആകെ ഷോക്ഡ് ആകുന്നു. ഡോങ്ചു വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ടൈഗമും അവനെ കോൾ ചെയ്യുന്നു. മാത്രമല്ല നേരത്തെ പറഞ്ഞ പരിപാടിയൊക്കെ നമുക്ക് നടത്തിയാലോ എന്നൊക്കെ ടൈഗമു അവനോട് ചോദിക്കുകയാണ്. ഡോങ്ചു നേരത്തെ 2 തവണയായിട്ട് കുറച്ച് പണം മാത്രമായിരുന്നു ജാങ്സന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ 39 ബില്യണും അയച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ ഡോങ്ചു അവനെ വിളിച്ചറിയിക്കുന്നു. എന്തായാലും ജാങ്സണും അപ്പോൾ തന്നെ പണം വന്നു എന്നൊക്കെ ചെക്ക് ചെയ്ത് പണം കിട്ടിയെന്നൊക്കെ കൺഫേം ചെയ്യുന്നു. പക്ഷെ ഡോങ്ചു അപ്പോൾ തന്നെ ജാങ്സന്റെ അക്കൗണ്ടിലേക്ക് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന പാസ്വേഡ് വെച്ച് കയറുകയും അതിനുശേഷം അവൻ പാസ്വേഡ് ചേഞ്ച് ചെയ്യുകയും ചെയ്യുകയാണ്. സോ ഇപ്പോൾ നേരത്തെ അവൻ അയച്ച പണം കൂടാതെ ജാങ്സന്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന പണം മുഴുവൻ അവനും സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിൽ മൊത്തം 2 ട്രില്യൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഡോങ്ചുനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടൈഗമാണല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്കും അവൻ ഒരുപാട് പണമൊക്കെ അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം അവനും ഉണ്ണാമിനെ കോൾ ചെയ്യുന്നു. അവനും അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ആയിരിക്കുമെന്ന് കൂടി അവനും പറയുന്നുണ്ട്. അതിനുശേഷം അടുത്ത സീനൊക്കെ കാണിക്കുമ്പോഴത്തേക്കും അവനും കടലിന്റെ നടുക്കായിട്ടൊക്കെ കിടക്കുകയാണ്. തൊട്ടടുത്തായിട്ട് ഒരു ബോട്ടും ഉണ്ട്. ഈ ഒരു ലോകത്ത് എനിക്ക് വേണ്ടത് രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന് പണം, മറ്റൊന്ന് ഉണ്ണാം എന്ന് അവനും ചിന്തിക്കുന്നു. അതിനുശേഷം അവനും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇപ്പോൾ കടലിൽ നിന്നും കരയിലെത്തിയിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ അവനും അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്ന ഒരു കുട്ടീനെ തന്നെ ശ്രദ്ധിക്കുന്നു. ആ കുട്ടിയും കുറെ നേരമായിട്ട് ബാസ്കറ്റ് ബോൾ കളിക്കുന്ന കുറെ കുട്ടികളെയൊക്കെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന കുട്ടികൾ എല്ലാവരും തന്നെ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും ആ ഒരു കുട്ടി ഒറ്റയ്ക്ക് ബാസ്കറ്റ് ബോൾ ഒക്കെ കളിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അവനെ ഡോങ്ചു എടുത്ത് സഹായിക്കുന്നൊക്കെയുണ്ട്. സോ അവരും ഒരുപാട് കൂട്ടൊക്കെ കൂടുന്നു. ഇതെല്ലാം തന്നെ കുറച്ച് അകലെ നിന്നുകൊണ്ട് ഉണ്ണമും കാണുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഉണ്ണാമിനെ അവൻ കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവളും അവനെ കാണുവാനായിട്ട് വരുന്നില്ല. ഇപ്പോൾ അവൾ വീട്ടിലാണ് ഉള്ളതെന്നുള്ള ഒരു കള്ളമൊക്കെ അവന്റെ അടുത്തും പറയുകയാണ്. അതായത് ഇത് പറഞ്ഞതിന് ശേഷം അവനെ നേരിട്ട് കണ്ട് സർപ്രൈസ് കൊടുക്കാമെന്നായിരുന്നു അവൾ കരുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവൾ കാറിൽ നിന്നും ഇറങ്ങുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഗുഹ അയച്ചിട്ടുണ്ടായിരുന്ന കുറെ അധികം ആൾക്കാര് അവളെ വീണ്ടും കാറിന്റെ അകത്തേക്കൊക്കെ തള്ളിയിട്ടതിന് ശേഷം ആ വണ്ടി ഓടിച്ചുകൊണ്ടൊക്കെ പോകുന്നു. എങ്കിൽ പോലും ഡോങ്ചുവിനെ വിളിക്കുവാനായിട്ട് അവൾ പലതവണ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു കാർ അതിൽ പോകുന്നത് ഡോങ്ചു ശ്രദ്ധിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. അവനും ഷിപ്പിൽ വെച്ച് അവളെ പ്രപ്പോസ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അവനും അതിനുവേണ്ടി ഡ്രസ്സ് പോലും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഇപ്പോൾ അവനും അവൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ ഉണ്ട് എന്നൊക്കെ സങ്കല്പിച്ചുകൊണ്ട് ഫോണിലെ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് അവനും സംസാരിക്കുന്നു. ആദ്യമായിട്ട് തന്നെ അവനും പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന വയലിനൊക്കെ ഇപ്പോൾ വായിച്ച് കേൾപ്പിക്കുന്നു. അതിനുശേഷം ഇത് ചെയർമാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രിങ്ക് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയർമാൻ കുടിക്കുന്ന ഡ്രിങ്ക് ഒക്കെ അവനും കുടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല നേരത്തെ അവളുടെ ബ്രേസ്ലെറ്റ് ഒക്കെ പൊട്ടിപ്പോയതായിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ അവനും അതെല്ലാം തന്നെ നന്നാക്കിയിട്ടുമുണ്ട്. ഇതെല്ലാം അവൻ ക്യാമറ വഴി പറയുന്നു. അത്രയും കാര്യങ്ങൾ ഷൂട്ട് ചെയ്തതിനു ശേഷം അവനും ക്യാമറയൊക്കെ എടുത്തു വെക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു അതുവഴി ഒരു ബോട്ടൊക്കെ വരുന്നത് അവനും കണ്ടിട്ടുണ്ടായിരുന്നത്. ആദ്യം ഏതോ ഒരു ഡ്രൈവർ ആയിരിക്കുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവനും കൈവീശിയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതേ ബോട്ട് തിരിച്ച് അവന്റെ അടുത്തേക്ക്
ബോട്ടിലേക്ക് വന്നതിന് ശേഷം ബോട്ടിലുണ്ടായിരുന്ന ആള് അവനെയും ഷൂട്ട് ചെയ്യുന്നു. മാത്രമല്ല അപ്പോൾ തന്നെ ഡോങ്ചു വെള്ളത്തിലേക്ക് ചാടിയിട്ട് രക്ഷപ്പെടുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ബോട്ടിലുണ്ടായിരുന്ന ആ ഒരു ഡ്രൈവർ അവനെ വീണ്ടും വീണ്ടും ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോഴാണ് ആ ബോട്ടിലുണ്ടായിരുന്ന ഡ്രൈവർ ഈഡുവാണെന്നൊക്കെ കാണിക്കുന്നതും. എന്തായാലും ആ ഒരു സംഭവത്തിന് ശേഷം ചങ്സിനെ കാണുവാനായിട്ട് ഈഡുവും എത്തുന്നു. നേരത്തെ തന്നെ ഡോങ്ചുന്റെ കയ്യിൽ നിന്നും പണം എല്ലാം തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഡോങ്ചു മരിച്ചാലും ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവന് മരിച്ച സന്തോഷത്തിലായിരുന്നു ചാങ്സണും ഇരുന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഡോങ്ചുനെ കൊന്നതുകൊണ്ട് തന്നെ തന്റെ കയ്യിലുള്ള കുറച്ച് ഫണ്ടൊക്കെ ഈഡുവിന് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചാങ്സൺ ഇരിക്കുന്ന സമയത്തായിരുന്നു അക്കൗണ്ടിൽ നിന്നും പണമൊക്കെ അയക്കുവാനായിട്ട് ഗുഹുവും ശ്രമിക്കുന്നത്. പക്ഷെ അപ്പോഴാണ് ഗുഹോയും പാസ്വേഡ് ആരോ മാറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഡോങ്ചു നമ്മുടെ ലാപ്ടോപ്പ് ഹാക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ പണമൊക്കെ ഉണ്ടായിരുന്ന അക്കൗണ്ടിന്റെ പാസ്വേഡും മാറ്റി. സോ ഇപ്പോൾ അവൻ പാസ്വേഡ് ഒക്കെ പറയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പണം തിരിച്ചു കിട്ടുകയുള്ളൂ എന്നൊക്കെ കുഹോയും ജാങ്സിനെ അറിയിക്കുന്നു. അത് കേട്ട് കഴിയുമ്പോൾ തന്നെ ജാങ്സിനും വല്ലാതെ തളർന്നു പോകുന്നുണ്ട്. എങ്കിൽ പോലും അയാൾ തിരിച്ച് ഈഡുവിന്റെ അടുത്ത് എത്തിയതിനു ശേഷം ഈഡുവിനെ കുറ്റപ്പെടുത്തുന്നു. അതായത് ഡോങ്ചു തന്റെ പണം എല്ലാം തന്നെ തട്ടിക്കൊണ്ടു പോയെന്നും അതുകൊണ്ട് തന്നെ ഡോങ്ചു പാസ്വേഡ് പറയാതെ ആ ഒരു പണം ഒരിക്കലും തനിക്ക് തിരിച്ചു കിട്ടുകയില്ല എന്നുമൊക്കെയാണ് ജാങ്സണും പറയുന്നത്. പക്ഷേ 2 ട്രില്യൺ കയ്യിലുള്ള ഡോങ്ചുനെയാണല്ലോ ഈഡു കൊന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കുറ്റവും നിന്റേത് മാത്രമാണ്. മാത്രമല്ല നീ കൊലപാതകം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞ് ആ ഒരു ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഈഡുവിനെ കാണിച്ച് അവനെയും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. അതായത് ജാങ്സൺ ഇപ്പോൾ 2 ട്രില്യൺ ആണല്ലോ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആ ഒരു തുകയെല്ലാം തന്നെ ഈഡു ചെയർമാൻ ചായയുടെ കമ്പനിയിൽ നിന്നും കൊടുക്കണമെന്ന രീതിക്കാണ് അയാളും സംസാരിക്കുന്നത്. എന്തായാലും ആ ഒരു സീനിന് ശേഷം അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മൾ ഡ്രാമയൊക്കെ തുടങ്ങിയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു മീൻപിടുത്തക്കാരനെ കാണിച്ചുകൊണ്ടാണ്. അയാളും ഡോങ്ചുന്റെ ബോഡിയൊക്കെ കിടക്കുന്നത് കണ്ടതിന് ശേഷം ഡോങ്ചു മരിച്ചു എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഡോങ്ചുന്റെ കയ്യിലുണ്ടായിരുന്ന വാച്ചൊക്കെ കൈക്കലാക്കി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അയാൾ വീട്ടിൽ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് അയാളുടെ വീട്ടിലേക്കായിട്ട് ഡോങ്ചുവും എത്തുന്നത്. മാത്രമല്ല വീടിനുള്ളിൽ കടന്നതിന് ശേഷം ഡോങ്ചുന്റെ ബോധം പോകുന്നു. കുറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഈ ഒരു ദൃശ്യങ്ങളൊന്നും തന്നെ പുറത്തുവിടാതിരിക്കുവാനായിട്ട് ചെയർമാൻ ചായുടെ സ്ലഷ് ഫണ്ടിൽ നിന്നുമുള്ള പണമെല്ലാം തന്നെ ഞാൻ നിനക്ക് നൽകുന്നതായിരിക്കുമെന്ന് ജാങ്സന്റെ അടുത്തും ഈഡു അറിയിക്കുന്നു. എന്ത് തന്നെ ആയാലും ആ ഒരു സംഭവം നടന്നില്ല എങ്കിൽ ഡേസൺ ഗ്രൂപ്പിന്റെ ഡേസൺ എനർജി എന്ന ഒരു കമ്പനിയൊക്കെ ഉണ്ട്. ആ ഒരു കമ്പനി ജാങ്സന് വിൽക്കണമെന്ന രീതിക്കാണ് ജാങ്സണും സംസാരിക്കുന്നത്. ഈഡും അതെല്ലാം തന്നെ സമ്മതിച്ചു കൊടുക്കുന്നു. ചെയർമാൻ ച ഫുഡൊക്കെ കഴിക്കുന്ന സമയത്താണ് ഒരു സീൻ കാണിക്കുന്നത്. അതായത് നേരത്തെ ഡോങ്ചുനെ കാണുവാനായിട്ട് ഉണ്ണാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവളെ ഫോഴ്സ് ചെയ്ത് കുറെ പേര് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് ചെയർമാൻ അയച്ച ആൾക്കാരായിരുന്നു. അതായത് ചെയർമാനും ജാങ്സണും കൂടി അവരുടെ ആൾക്കാരെയൊക്കെ വിട്ടിട്ടായിരുന്നു ഇതുപോലെ ഉണ്ണാവിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഈഡും ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ചെയർമാൻ ച നേരത്തെ ഒരു ബുക്കൊക്കെ എടുത്ത് വെക്കുന്നത് അവന്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവനും അതേ ബുക്കൊക്കെ എടുത്തു നോക്കുന്നു. അതിലൊരു കോഡ് എഴുതിയതും അവൻ ശ്രദ്ധിക്കുകയാണ്. സോ അവനും ആ ഒരു ബുക്കൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് റൂമിലേക്ക് സെക്രട്ടറിയും കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. സെക്രട്ടറിനെ കണ്ട അവനും അവിടെ തന്നെ ഒളിച്ചിരിക്കുന്നു. മാത്രമല്ല ആ ഒരു ബുക്കിന്റെ കോഡൊക്കെ ഫോട്ടോ എടുത്തതിന് ശേഷം അവനും ഇപ്പോൾ നേരെ പോയിട്ട് മെയിൻ ലോക്കറൊക്കെ തുറക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അവൻ എത്ര തവണ ആ ഒരു കോഡൊക്കെ അടിച്ചു കൊടുത്തിട്ടും അത് എറർ എന്ന രീതിക്കായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കുമുള്ള നമ്പർ ഡോങ്ചുന് മാത്രമേ അറിയിക്കുകയുള്ളൂ എന്നും എത്രയും വേഗം ഡോങ്ചു ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നും അവനും ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നു. ഈ ഒരു സമയത്ത് ഡോങ്ചുന്റെ കണ്ണുകൾ തുറക്കുകയാണ്. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.